തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി. വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറ് ഇളകി മറിഞ്ഞുള്ള ആക്സോണൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ശ്രീകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പറയൂ ദിസ്ന. തിരുവനന്തപുരം വർക്കലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് 19-കാരിയെ തള്ളിയിട്ടത്. ശ്രീകുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തുന്നു, ചികിത്സയിൽ തുടരുന്നു. എത്രയും വേഗം ശ്രീകുട്ടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്നുള്ളതാണ്. ദിസ്നയിലേക്ക് പോവുകയാണ്. ദിസ്ന, വളരെ ദുഃഖം തോന്നുന്നു. ശ്രീകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്, വെന്റിലേറ്ററിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ദിസ്ന പറയും. തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നൊരു വാർത്ത തന്നെയാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും നിലവിൽ ലഭിക്കുന്നത്. തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തന്നെയാണ് ചികിത്സയിൽ തുടരുന്നത്. അതായത് നിലവിലുള്ള വിലയിരുത്തൽ അനുസരിച്ച് തുടർച്ചയായി CT സ്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആശുപത്രി അധികൃതർ എടുക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് അതായത് ആരോഗ്യനിലയിൽ വലിയ മാറ്റമൊന്നും ഇല്ല എന്നത് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അതായത് ഈ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സമയത്ത് വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറ് ഇളകി മറിഞ്ഞുള്ള ആക്സോണൽ ഇഞ്ചറി ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് മെഡിക്കൽ സംഘം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുവാൻ കൂടുതൽ സമയമെടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ മെഡിക്കൽ സംഘങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ എല്ലുകൾക്കൊന്നും തന്നെ വലിയ പൊട്ടലുകൾ ഉണ്ടായിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പക്ഷേ നെഞ്ചിലും വയറ്റിലും സാരമായി ഈ തള്ളിയിട്ടപ്പോൾ ഉണ്ടായ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റ് പ്രശ്നങ്ങളില്ല എന്നൊരു കണ്ടെത്തൽ കൂടി മെഡിക്കൽ സംഘം പുറത്തുവിടുന്നു. പക്ഷേ വലിയ രീതിയിൽ അതായത് തലച്ചോറിലേറ്റ ആഘാതം വലിയ രീതിയിൽ വലിയ ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഗി, എന്തായാലും എത്രയും വേഗം ശ്രീകുട്ടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ, പഴയതുപോലെയാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ദിസ്ന സുരേഷാണ്.